CPM പൂജപ്പുര ലോക്കൽ സെക്രട്ടറി ശിവപ്രസാദിനെ മാറ്റി. കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ തമ്മിലടിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മാറ്റം. ശിവപ്രസാദിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അരുൺ സോളമൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ പാർട്ടി നടപടിക്ക് ആധാരമായ സംഭവം എങ്ങനെയായിരുന്നു? ആര്യ, ഇതിൽ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടയ്ക്ക് കമ്മിറ്റി യോഗങ്ങൾ കൂടിയിരുന്നു. ഏറ്റവും ഒടുവിൽ ചാല ഈ പാർട്ടി ഫണ്ട് വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പൂജപ്പുര ലോക്കൽ കമ്മിറ്റി കൂടിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ കാരണം പൂജപ്പുര കൗൺസിൽ കൂടിയായിട്ടുള്ള നിലവിലുള്ള മുൻപുണ്ടായിരുന്ന മേയർ ആര്യ രാജേന്ദ്രനെതിരെ തന്നെ കടുത്ത വിമർശനങ്ങൾ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. കാരണം ഇന്നലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പൂജപ്പുര വാർഡിൽ 2900 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരു വാർഡ് കൂടിയായിരുന്നു. പക്ഷേ നിയമം തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പൂജപ്പുര വാർഡിൽ 5 വോട്ട് മാത്രമാണ് ശിവൻകുട്ടിക്ക് ലഭിച്ചു എന്നുള്ള കടുത്ത വിമർശനമാണ് ഒരു വിഭാഗം ഉയർത്തിയത്. ഇതിന് പിന്നാലെ തന്നെയാണ് ശിവപ്രസാദ് ഈ പൂജപ്പുര ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള ശിവപ്രസാദും അതുപോലെ തന്നെ മുതിർന്ന അംഗവുമായി തമ്മിൽ വലിയൊരു വാക്പോര് ഉണ്ടാവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കസേര എടുത്ത് ഈ നേതാവിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ വിവരം കൃത്യമായി പാർട്ടി പരിശോധിച്ചതിന് പിന്നാലെയാണ് CPMന്റെ പൂജപ്പുര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള ശിവപ്രസാദിനെ മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ശിവപ്രസാദിന്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് AKG സെന്ററിൽ എത്തിയത്. ഏകദേശം 9 മണിയോടുകൂടിയാണ് അവർ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കാണാനായിട്ട് എത്തിയത്. ആ കുഞ്ഞിനെയും കയ്യിലേറ്റിക്കൊണ്ടാണ് അവർ ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് എത്തിയത്. പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും നാളെ ഈ കുടുംബത്തിന്റെ എന്താണ് പരാതി എന്ന് കേൾക്കാനായിട്ട് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MP ഗോവിന്ദൻ ഇപ്പോൾ സമയം നൽകിയിട്ടുണ്ട്. നാളെ 9 മണിക്ക് ഇപ്പോൾ ശിവപ്രസാദിന്റെ കുടുംബത്തോട് വരാനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഈ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ പാർട്ടിക്ക് കിട്ടേണ്ടുന്ന പലയിടങ്ങളിലുമുള്ള വോട്ടുകൾ അത് എങ്ങനെയാണ് ചോർന്നു പോയത് എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നത്. എന്തായാലും പൂജപ്പുരയെ സംബന്ധിച്ച് ശിവൻകുട്ടിയും നേരത്തെ തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർഡ് കൂടിയാണ്. അവിടെ എങ്ങനെയാണ് ശിവൻകുട്ടിക്ക് ഇത്തരത്തിൽ വോട്ട് കുറഞ്ഞതെന്നുള്ളതാണ്. അതിൽ പ്രധാനമായും മുൻ മേയറും അതുപോലെ തന്നെ ഈ മുടവൻമോൾ കൗൺസിലർ കൂടിയായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം മുന്നോട്ട് വന്നത്. എന്തായാലും ശിവപ്രസാദ് ഈ കസേര എടുത്ത് ഈ ഒരു മുതിർന്ന നേതാവിനെ ആക്രമിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും അത് പരിശോധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി ശിവപ്രസാദിനെ ഈ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. അരുൺ സോളമനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.